ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ അവധി ദിവസങ്ങളിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പൊ ഗൈസ്, നമ്മൾക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? റാഷിയെ എന്താ ചെയ്യേണ്ടത്? ഫുട്ബോളാ. അപ്പൊ ഗൈസ്, ഫുട്ബോൾ ഗൈസ് നമുക്ക് കളി തുടങ്ങാം. ഗൈസ് ഗൈസ് നമ്മൾ കളിക്കാൻ പോണേ. ഗൈസ് പാസ്. ഗൈസ് അപ്പൊ നമ്മൾക്ക് പെനാൽറ്റി ഒന്ന് കളിക്കാം. ഗൈസ് പക്ഷേ ആദ്യം തന്നെ കാശിയുടെ ഒരു ബോളാണ്. ആദ്യത്തെ ബോൾ ഞാൻ സേവ് ചെയ്തു. അഞ്ച് ഉള്ളൂ ഒരാൾക്ക്. രണ്ടാമത്തെ സേവ് ഞാൻ എടുത്തു. മൂന്നാമത്തെ ഇതിന് അവൻ ഗോൾ അടിക്കാനാവോ? അവൻ കുറച്ചും കൂടി ഇതായിപ്പോ കാശി ഇപ്പൊ ചിന്തിക്കാത്ത സമയങ്ങളിലാണ് കാശി വന്നിട്ട് ഗോൾ അടിക്കുന്നത്. അഞ്ചാമത്തത് തടയാൻ പറ്റില്ല ഗൈസ്. അപ്പൊ 4 സേവയ്ക്ക് ഓന് ഒരു ഗോള്. ഇനി ഞാനാണ് അടിക്കാൻ പോണത്. ഓൻ എത്ര ഗോൾ തടയും നോക്കാം, പിന്നെ കടത്തി വെട്ടുമെന്ന് നോക്കാം. ഗൈസ് ആദ്യം തന്നെ ഞാൻ വെക്കുന്നു. ആദ്യത്തെ എടാ നമുക്ക് എന്താ കളിക്കാം? ഇനി നമുക്ക് എന്തെങ്കിലും കളിക്കാം. എന്താ കളിക്കണ്ട്? സൈക്കിൾ ഓടിച്ചാൽ സൈക്കിൾ ഓടിക്കാൻ എന്താ ആലോചിക്കട്ടെ. ആലോചിക്ക്. തൊട്ടൊരു പോലീസാവും. അതാണ് നമ്മൾ അടുത്തത്തെ കളിയിട്ടാ. തൊട്ടാരാണ്ട് പോലീസാവും. കുറച്ചൊരു ഓടിക്കളിയാവും. നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്ലീസ്. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കുക. നമുക്ക് കളിക്കാം. ആദ്യം കളി തുടങ്ങാം. നമുക്ക് കളി തുടങ്ങാം. അപ്പൊ ഗൈസ് ചെരുപ്പ് കൂടിട്ട് കുറച്ച് പവർ കിട്ടണ്ടല്ലേ. ആദ്യം ആരാ? നമുക്ക് ഇതെടുക്കാം. കട്ട്ലെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് ഔട്ട്. അപ്പൊ കാശിയാണ് കള്ളൻ. പോലീസിനെ പിടിക്കാൻ പോ. കാശിയാണ് പോലീസ് നിന്നെ പിടിക്കാൻ വരും. കള്ളനാ. 1 2 3 4 5 6 7 8 9 10. ഞാനീ കാശിനെ പിടിക്കാവോ? 1 2 3 4 5 പക്ഷെ ഞാനെങ്ങാട്ടും കാശി സേവ് ചെയ്തു. അവനെ തളർത്തി. വേറെന്താ കളിക്കാ? നമുക്ക് വേറെ കളി കളിക്കാം. വേറെന്തെങ്കിലും കളിക്കാം. കളി തന്നെ കളിച്ചിട്ട് മടുക്കണില്ല. അപ്പൊ നമുക്ക് വേറെന്തെങ്കിലും കളിക്കാം. നമുക്ക് അവരപ്പം കളിക്കണം. അവരപ്പം കളിക്കണത് എന്താ എടുക്കുക? നമുക്ക് ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പൊ വരാം. ഇനി നമുക്ക് എന്റെ വീട്ടിൽ പോവാം. വായോ. ഗൈസ് നമുക്ക് ഓന്റെ വീട്ടിലേക്ക് പോവാ. ഇതാണ് ഓന്റെ വീട്. പുറംഭാഗാണ് ഗൈസ്. പുറംഭാഗം അവിടെ ഇതുണ്ട്.
മുകളിലൊക്കെ ഷീറ്റ് ഇട്ടുണ്ട് കേട്ടോ. ഷീറ്റ് കട്ട കേട്ടോ. അപ്പൊ വീഴാൻ പോയി. ഇതാണ് എന്റെ വീടിന്റെ ഉമ്മാറട്ടോ ഗൈസ്. അതേമാതിരി തന്നെ നമ്മൾ വെറുതെ എന്റെ വീടാണ്. അപ്പുറത്തെ തൊട്ടപ്പുറം ഇരിക്കാനായിട്ട് ഒരു ബെഞ്ചാണ് കേട്ടോ. അപ്പുറത്തെ വീട് ഗൈസ്. അപ്പുറത്ത് കാണുന്നത് ഞങ്ങളുടെ വീടാണ്. ഈ കാണുന്ന കാശിയുടെ വീടാണ്. പിന്നെ ഇവിടെ ഒരു കാടുമായിട്ട് ഫോറസ്റ്റിലേക്കുള്ള വഴിമായിട്ട് ഒരു വഴിയുണ്ട്. പക്ഷെ അത് ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് ഒരു കല്ലട്ടുമടയാണ്. ഞങ്ങളെ വീടിന്റെ ഞങ്ങളെ വീടിന്റെ ഈ പരിസരമൊക്കെ കല്ലട്ടുമടയായിരുന്നു. അപ്പൊ ഒരു മിനിറ്റ് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി ഇതിൽ കൂടെ വഴി നമുക്ക് ഇതിൽ കൂടെ പോയേക്കാം. നമ്മള് വീഡിയോയിൽ ഈ വഴി അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പരിചയപ്പെടുത്തി തരാം. വീഡിയോ എടുക്കുമ്പോ ചെറുതായിട്ടൊക്കെ ഒരു ക്ലിപ്പ് എനിക്കറിയില്ല വീഡിയോ ഉണ്ടാവുമെന്ന്. ഈ വഴി കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ വഴി മൊത്തം അങ്ങോട്ട് കണ്ടിട്ടില്ല ഗൈസ്. ഇവിടൊക്കെ പോവും ആകെ പൊന്താണ്. ഇവിടെ പാമ്പൊക്കെ വരാറുണ്ടായിരുന്നു. ഇവിടെ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിന്റെ ഉള്ളിലുണ്ട് ചീര ഇരിക്കുന്നു. ചീര. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. അപ്പൊ ഗൈസ് നമ്മളെ വീടിന്റെ പരിസരത്ത് അങ്കണവാടി ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണാം. അയ്യോ ഗൈസ്, ഇത് പോസ്റ്റാണ്. ഞങ്ങളെ വീട്ടിലത്തെ പോസ്റ്റാണ്. ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ണ്ട് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പശു കൂട്ടങ്ങാട് പശു വരുന്നുണ്ട് ഗൈസ്. കൊറേ പശു വരുന്നുണ്ട് ഗൈസ്. ഊട്ടിയിലൊക്കെ പോകുമ്പോ കാട്ടുപോത്തിനെ കാണണം മാതിരില്ലേ. അപ്പൊ ഗൈസ് അപ്പച്ചൻ പോവാണ് പുറത്തേക്ക്. എന്റെ അപ്പച്ചൻ അപ്പച്ചൻ പുറത്തേക്ക് പോവാണ് ഗൈസ്. അപ്പച്ചൻ പോസ്റ്റില് ലൈറ്റ് ഇടാൻ വേണ്ടി നിർത്തിയിട്ടാണ്. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. അപ്പൊ ഗൈസ് അപ്പച്ചൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി വീടിന്റെ അടുത്തുള്ള അങ്കണവാടിയും അതേമാതിരി കുറച്ചൊരു അങ്കണവാടി അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്നൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എടുക്കും ഗൈസ്. ഭയം നമ്മൾ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളങ്ങോട്ട് അങ്കണവാടി പോവാട്ടോ ഗൈസ്. ഇതിൽ ഏറ്റവും വലിയത് എന്താ അറിയോ? നമ്മള് അങ്കണവാടിയില് പോണ് ലച്ചുവിന്റെ അങ്കണവാടിയിലാ പോണ്. അവിടെ ഒരു വട്ടിക്കുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പോവാ. അതിൽ പാമ്പുണ്ടാവട്ടോ. അങ്ങനെ പോരെ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഗൈസ്. ഇത് ഞാനും എന്റെ അനിയത്തിയും കാശിയും നന്ദും ആര്യ എല്ലാരും പഠിച്ച സ്കൂളാണ്. ഉണ്ണിമോളും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ലച്ചു ഇനി ഇപ്പൊ പഠിക്കാനും പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ അങ്കണവാടി. ഇത് പറഞ്ഞ ഒരു ആരോഗ്യ കേന്ദ്രമാണ്. പൊളിച്ചിട്ട് പുതിയൊരു നല്ല ഹൈ സെറ്റപ്പിലുള്ള ഒരു ഇതുണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എന്റെ അനിയത്തിന് അങ്കണവാടിയാണ് ഗൈസ്. ഇത് അതിന്റെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തുറക്കാത്തത്. ഇനി പറയടാ, എന്താ പറയേ? നമുക്ക് അതേനെ പോയാലോ? വേണ്ട, പറഞ്ഞോ.
എന്താ വേണ്ട പറയാണ്ടാ ഉഷാറ് പറ. ഇതാണ് ഞങ്ങൾ രണ്ടാളിലൊക്കെ ഒരു ഞങ്ങൾ എല്ലാരും പഠിച്ച അംഗനവാടി ഉണ്ടത്. ഇവിടത്തെ ടീച്ചർമാര് പറഞ്ഞ മെയിനായിട്ട് പറയാണ് സുശീല ടീച്ചറും പിന്നെ ആരാടാ സുശീല ടീച്ചറും ഒരു ടീച്ചറുമാണ്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മള് ഈ അങ്കണവാടിയൊക്കെ കണ്ടല്ലോ. ഇതിലെന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ഒരു നൊസ്റ്റാളജി ഉണ്ടാവും. ഞാനിപ്പോ 5ലായി. 2 കൊല്ലം ഈ അങ്കണവാടി പഠിച്ചു. ഇതിൽ എത്ര ഇതുണ്ട് അറിയാക്കി വളരെ സന്തോഷമുണ്ട്. 1 മിനിറ്റ്. അപ്പൊ ഗൈസ് നമ്മള് ഇടയ്ക്ക് ചോദിക്കാൻ കൊതു കുറച്ച് കൂടുതലാണ്. ഗൈസ് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ഉണ്ടായിരുന്നു. രണ്ട് പിന്നെ കൊല്ലൊക്കെ പഠിക്കുമ്പോ 5ാം ക്ലാസ്സിൽ ഇപ്പൊ 4ാം ക്ലാസ്സിൽ 2 കൊല്ലം ഞങ്ങള് ഓനും പഠിച്ച് ഞാനും പഠിച്ച്. പിന്നെ നമ്മള് 2 കൊല്ലം പഠിച്ച് ഓളിപ്പോ 1ാം ക്ലാസ്സിലാണ്. ഞാൻ 5 ഇപ്പൊ 4 ഓള് 5 5ലല്ല സോറി ഓള് 1 അപ്പൊ അത്രയ്ക്കും ഇതുണ്ട്. ഇവിടുത്തെ ടീച്ചർമാര് 2 ടീച്ചർമാര് സുശീല ടീച്ചറും പിന്നെ വേറൊരു ടീച്ചറുണ്ട്. 2 ടീച്ചർമാര് നല്ല ടീച്ചർമാർ തന്നെയാണ്. സുശീല ടീച്ചർ എല്ലാവരും ഞങ്ങൾ രണ്ടാളും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് ഒരു ഇത് തരിക, ഒരു പ്രോത്സാഹനം തരിക. നിങ്ങളെ പേര് ഞങ്ങൾ പറയുന്നില്ലേ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സുശീല ടീച്ചറൊക്കെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും മറ്റേ ടീച്ചർ പൊളിച്ചോളിയും ഉണ്ട്. ഇതാണ് അങ്കണവാടി കിണറ്. ഇവിടൊക്കെ പൂ നട്ടിരുന്നു. ഇവിടെ ഞങ്ങള് എന്താ പറയാ പുതിയ എന്താ പറയാ സ്വാതന്ത്ര്യ ദിനത്തിനും ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. പിന്നെ പുതിയ കുട്ടികൾ കടക്കണേന് പുതിയ ആഘോഷങ്ങള് കുറെ ഉണ്ടായിരുന്നു ഇവിടെ അങ്കണവാടി കണ്ട. അപ്പൊ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ അതേമാതിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ട്. ഇനി എന്താ ചിജി പറയേ തിരിച്ചു പോവാ. അപ്പൊ നിക്ക് പറയേ. അപ്പൊ ഗൈസ് അതേമാതിരി തന്നെ അവിടെ വഴുക്കല് എല്ലായിടത്തും ഇപ്പൊ മഴയുണ്ട്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഗൈസ് നമ്മള് നമുക്ക് ഇവിടെ കയറി കേക്കാം. അയ്യോ കാശി വാള എന്താ ഇങ്ങനെ. ഇവിടെ നല്ലൊരു സമാധാനം കിട്ടും. ഈ നമ്മളിപ്പോ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് എത്ര ദൂരെ പോയാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ പ്രത്യേക തരം സമാധാനം കിട്ടുക. അപ്പൊ ഗൈസ് നമുക്ക് ഇനി പോവാം. ബൈ. അപ്പൊ ഗൈസ് നമ്മള് അംഗനവാടിയോട് ടാറ്റ പറയാണ്. ടാറ്റ. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയില് അംഗനവാടി കാണാം. പക്ഷെ ഇജ്ജ് പറയണ എന്തേലും പറഞ്ഞോ. ഒരു കുഴപ്പം ചേച്ചി പറയേ. നമുക്ക് തിരിച്ച് വീട്ടിലോട്ടാണ് നമ്മള് തിരിച്ചു വീട്ടിലോട്ടാ പോകാൻ പോണത്. ഗൈസ് ഇത് ഒരു വീടാണ്. നമ്മൾക്ക് ഇവിടെ ഒന്നും കണ്ട ഗൈസ് ഇവിടെ ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന സ്ഥലമാണ്. കണ്ട ഗൈസ് ഒരു നല്ല സ്ഥലം. ഇവിടെ മീൻസ് ഒരു ഗ്രാമല്ലേ. അപ്പൊ ഗ്രാമത്തിനായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് ഇവിടെ. നല്ല ഇവിടെയൊക്കെ പൂവൊക്കെ വരുമ്പോ നല്ല രസമാണ് ഗൈസ്. രാവിലെ ഒക്കെ പൊള്ളി എണീക്കുമ്പോ ഉള്ളൊരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരൊക്കെ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് മലന്റെ ആ ഭാഗത്തൊക്കെ ഉള്ളത് ഓർക്കൊക്കെ നിങ്ങൾക്കുള്ള നൊസ്റ്റാൾജി അല്ലേ, അതേമാതിരത്തെ കുറച്ച് നൊസ്റ്റാൾജി ഞങ്ങൾക്കും ഉണ്ട്. എപ്പോഴും സിറ്റിയിൽ താമസിക്കുന്നവരുടെ എന്താ പറയാ, സിറ്റിയിൽ താമസിക്കുന്നവർക്ക് നേരത്തെ എണീച്ച് ജോലിക്ക് പോകണം. പക്ഷെ അവർക്ക് അങ്ങനെ തന്നെ രാവിലെ എണീച്ച വണ്ടികളുടെ ശബ്ദം അതേമാതിരി അല്ല. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ ആസ്വദിച്ചിട്ട് മെല്ലെ എണീച്ച് കുളിച്ച് ഒരു സുഖമാണ് ഗൈസ് കിട്ടുക. പിന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേനും കൂട്ടുകാർ വരും. അപ്പോൾ ഗൈസ് എൻ്റെ ബസ്സിലത്തെ ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഋത്തിക്ക് എന്ന് പറയുന്ന ഒരു ചെക്കുണ്ട്. കുറെ ആൾക്കാരുണ്ട്, പക്ഷെ എൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആവുന്ന ഋത്തിക്ക് എന്ന് പറയുന്ന ചെക്കനാണ്. ഓൻ ഈ വീഡിയോ കാണുന്ന എന്തായാലും
ഓന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഗൈസ്. ഇതാ ഗൈസ്. ഗൈസ് നമുക്ക് ഇനി ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഇനി ചാർലിനെ കണ്ടില്ലല്ലോ. ചാർലി അതാ. അപ്പൊ നമ്മൾ അമ്പലം കാണാം. അമ്പലം ചാർലിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ അമ്പലം കാണും, ചാർലിനും കാണും ഗൈസ്. ഇതാ അമ്പലം ഗൈസ്. ഉണ്ട് അമ്പലം. അവിടെ കരിങ്കുട്ടി ദേവി, ചാത്ത ഭഗവാൻ, പടിമാനമൂർത്തി ദേവി, ഗുരുമുത്തപ്പ ഭഗവാൻ, പിന്നെ ഇവിടെ ഭഗവതി ദേവി അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഭഗവതി ദേവി പേര് എഴുതി വെച്ചിട്ടുണ്ട് ചുമരിന്റെ മുകളില്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അടുത്തതായി നമ്മളെന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടാളും വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ എടുത്താല്. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു വീഡിയോ എടുക്കാം. അപ്പൊ നൈറ്റായി, അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും. ഒരു മിനിറ്റ് ഇപ്പൊ വരാം.